നമസ്കാരം. നിങ്ങളിപ്പോൾ ജോലിയുള്ള ആളാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് 60 വയസ്സാവുന്ന നിമിഷം, അതായത് നിങ്ങളുടെ ജോലി അവസാനിക്കുന്ന നിമിഷം, പിന്നെയുള്ള നിങ്ങളുടെ ജീവിതം അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് മാസം ശമ്പളമോ വരുമാനമോ ഉണ്ടാകാം. അക്കൗണ്ടിൽ വരുന്നുണ്ടാകാം. പക്ഷേ 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ഇൻകം അവസാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും? ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ, സന്തോഷകരമായ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതം നയിക്കാനാണ്. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന 90% പ്രൊഫഷണലുകളും ഒരു തെറ്റ് ആവർത്തിക്കുന്നുണ്ട്. ആ തെറ്റ് കാരണം അവരുടെ ശിഷ്ടകാലം അവർ വളരെയധികം സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു വലിയ മിസ്റ്റേക്കിനെ കുറിച്ചാണ്. എന്താണ് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന ആ വലിയ മിസ്റ്റേക്ക്? ആ വലിയ മിസ്റ്റേക്ക് പണം സമ്പാദിക്കാതിരിക്കുന്നതിനല്ല. പല ആളുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ്, പ്രോവിഡന്റ് ഫണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്: ഇൻഫ്ലേഷനെയും ജീവിതശൈലിയെയും, മാറി വരുന്ന ജീവിതശൈലിയെയും ഇൻഫ്ലേഷനെയും ഒന്നും പരിഗണിക്കാതെ ചെയ്യുന്ന ചില പ്ലാനിങ്. നമ്മൾ വിചാരിക്കും, ഇന്ന് 1 കോടി രൂപയുണ്ടെങ്കിൽ എന്റെ റിട്ടയർമെന്റ് ലൈഫ് എനിക്ക് വളരെ ലാവിഷായിട്ട് ജീവിക്കാമെന്ന്. എന്നാൽ ഒന്ന് ഓർക്കുക, 20 വർഷം മുമ്പുള്ള 100 രൂപയുടെ മൂല്യമല്ല ഇന്നത്തെ 100 രൂപയ്ക്ക്. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് 50,000 രൂപ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 20 വർഷത്തിന് ശേഷം ആ 50,000ത്തിന്റെ സ്ഥാനത്ത് 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. നിങ്ങൾ വെറും സേവിങ്സ് മാത്രം നടത്തിയാൽ പണപ്പെരുപ്പം നിങ്ങളുടെ രൂപയുടെ മൂല്യം കുറയ്ക്കും. ഇതാണ് പലരും ചെയ്തുകൊണ്ടുവരുന്ന മിസ്റ്റേക്ക്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ റിസൾട്ട് കിട്ടാതിരിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? പലരും നാളെയാകട്ടെ, പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് ഡിലേ വരുത്തുന്നത്. മിക്ക ആളുകളും വിചാരിക്കുന്നത്, ഇന്ന് എനിക്ക് ലോണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു വീട്ടിലെ ചെലവുകൾ ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ റിട്ടയർമെന്റിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം, പിന്നീട് പ്ലാൻ ചെയ്യാം എന്നാണ്. ഈ തീരുമാനമാണ് ഏറ്റവും വലിയ ട്രാപ്പ്. നിങ്ങൾ 25-ാം വയസ്സിൽ തുടങ്ങുന്നതും 40-ാം വയസ്സിൽ തുടങ്ങുന്നതും തമ്മിൽ കോടികളുടെ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ നേരത്തെ തുടങ്ങിയാൽ ചെറിയ തുക കൊണ്ട് പോലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ സമയം കളഞ്ഞാൽ വലിയ തുക നിക്ഷേപിച്ചാൽ പോലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഇത് എങ്ങനെ പരിഹരിക്കാം? 3 ലളിതമായ ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കാൽക്കുലേറ്റ് യുവർ റിട്ടയർമെന്റ് നമ്പർ. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാസത്തേക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് കണക്കാക്കുക. ഇന്നത്തെ തുകയുടെ സ്ഥാനത്ത് ഒരു 6% ഇൻഫ്ലേഷൻ കൂടെ കരുതണം. ഒപ്പം 20-30 വർഷത്തേക്കുള്ള തുക കൂടെ കണക്കാക്കണം. രണ്ടാമത്തത്, ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെന്റ്. FDയിലോ PFലോ മാത്രം നിക്ഷേപിക്കാതെ, സേവിങ്സ് മാത്രം നടത്താതെ, നമ്മളുടെ മണി വളരുന്ന രീതിയിൽ, ഗ്രോ ഉണ്ടാവുന്ന രീതിയിൽ അതിനെ SIP ആയിട്ടോ, മ്യൂച്വൽ ഫണ്ടിലേക്കോ, ഇക്വിറ്റി ഷെയർസിലേക്കോ ഒക്കെ നിക്ഷേപിക്കാനും ശ്രമിക്കുക. സ്റ്റാർട്ട് സ്മോൾ ബട്ട് സ്റ്റാർട്ട് നൗ. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് ഇപ്പോൾ തുടങ്ങുക. അതാണ് ഏറ്റവും വലിയ അനുയോജ്യമായ സമയം. നാളത്തേക്ക് മാറ്റിവെക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ചെറിയ ശതമാനം, ഉദാഹരണത്തിന് ഒരു 10% അല്ലെങ്കിൽ ഒരു 5%, ഇത്രയെങ്കിലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുയോജ്യമായ തീരുമാനം. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം ആ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് അത് നിങ്ങളുടെ സേവിങ്സിനെ ബാധിക്കരുത്. അത് ഒട്ടും നിങ്ങളുടെ സേവിങ്സിനെ തുടച്ചു മാറ്റരുത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമാക്കണം. നിങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടാകാം. പക്ഷെ അത് മാത്രം വിശ്വസിച്ചിരിക്കരുത്. കാരണം നാളെ ജോലി ഇല്ലാതാവുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ, അതും അല്ലെങ്കിൽ ജോലി മാറുന്ന സന്ദർഭത്തിൽ അത് നഷ്ടപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അത് മറ്റൊരു ഇന്നിങ്സ് ആണ്. അത് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇന്നേ തന്നെ പ്ലാൻ ചെയ്യുകയും വേണം. നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഗൈഡൻസ് ഞാൻ റെഡിയാക്കി തരാം. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഗൈഡൻസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഞാനുമായിട്ട് ഒരു പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം.
അതിലൂടെ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ നടത്തണമെന്നുള്ള കൃത്യമായ ഗൈഡൻസ് നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അവരുടെ ജീവിതവും മെച്ചപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു സ്ട്രെസ് ഫ്രീ ആയ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാം. താങ്ക്